ലോക്സഭയിൽ ഇന്ന് രണ്ട് സുപ്രധാന സാമ്പത്തിക ബില്ലുകൾ പരിഗണിക്കും. ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ 2026, ടാക്സേഷൻ ആൻഡ് അതർ ലോസ് ഭേദഗതി ബിൽ 2026 എന്നിവയാണ് സഭ പരിഗണിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിക്കുക. കൂടാതെ ആദായ നികുതി ഭേദഗതി ഓർഡിനൻസ് 2026 സംബന്ധിച്ച നിയമപരമായ പ്രമേയവും ഇന്ന് സഭ പരിഗണിക്കുന്നുണ്ട്. 2007 പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട്, 2025 ആദായ നികുതി ആക്ട്, 2026 ധനകാര്യ നിയമം എന്നിവയിൽ ഭേദഗതികൾ നിർദ്ദേശിക്കുന്ന ബില്ലുകളും സഭയിലെടുക്കും. നികുതി പേയ്മെന്റ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പരിഷ്കരിക്കുക എന്നതാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ജൂൺ 5 പ്രഖ്യാപിച്ച 2026 ആദായ നികുതി ഭേദഗതി ഓർഡിനൻസ് അംഗീകരിക്കരുതെന്നാവശ്യപ്പെട്ട് NK പ്രേമചന്ദ്രനും പ്രൊഫസർ സൗഗത റേയും അവതരിപ്പിച്ച നിയമപരമായ പ്രമേയവും സഭ പരിഗണിക്കുന്നുണ്ട്. രാജ്യസഭ ഇന്നലെ പാസാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സഭയിലെത്തിക്കും. തുടർന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും പ്രതിപക്ഷ ഉപനേതാവ് ഗൗരവ് ഗൊഗോയിയും ബിസിനസ് ഉപദേശക സമിതിയുടെ 18ാം റിപ്പോർട്ട് അവതരിപ്പിക്കും. ലോക്സഭാ നടപടികൾ ആരംഭിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ 2 മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. തത്സമയത്തിലേക്ക് और जम्मू कश्मीर को भारत के सब मुख्य धारा में जो है वो जोड़ा। माननीय गृह मंत्री जी ने आज ही के दिन 2019 में जो कार्य जम्मू कश्मीर के लिए किया वो आज केंद्र शासित प्रदेश को नई ऊंचाइयों की तरफ ले गया है। धारा 370 से जैसा काटा जो दशकों तक हम जम्मू कश्मीर वासियों को चुभ रहा था उसे प्रधानमंत्री जी ने उखाड़ कर फेंक दिया। मानवर स्वर्गीय श्यामा प्रसाद मुखर्जी जी ने एक विधान, एक प्रधान, एक निशान के लिए अपना बलिदान दिया। सरकार करते हुए जम्मू कश्मीर भारत के साथ कंधे से कंधा मिलाकर चल रहा है और भारत के विकास में अपना योगदान दे रहा है। बहुत लोगों ने इस सपने को साकार करने के लिए जो बलिदान दिया है, आज मैं उन वीर बलिदानियों को नमन करता हूँ। आज भारत सरकार की हर योजना का लाभ जम्मू कश्मीर के हर वासी को मिल रहा है जो पहले से वंचित थे। कांग्रेस, नेशनल कॉन्फ्रेंस और PDP जैसे दल जिन्होंने आम इंसान की पीड़ा को कभी अपना नहीं समझा। പാർലമെന്റ് നടപടികൾ സ്ഥിരമായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ലോക്സഭ 2 മണി വരെ നിലവിൽ പിരിഞ്ഞിരിക്കുകയാണ്. രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയാണ്. എന്നിരുന്നാലും സഭാ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.